Dear students, welcome back. Next topic, list. Already tuple, set, dictionary, strings. Then next one is another list. List. List and list operations in list. And the introduction. Python collections in Python collections main item 4 types are list, tuple, set and dictionary. The list is an ordered collection. That is a set of values in a story and a collection Python collections use data types use Python collection data types in other mutable and immutable data types under ordered indexed format values in index access collection data type on list list mutable on changes tuple immutable unchangeable tuple dictionary unordered dictionary then set use set unindexed okay list collection data store data access remove then sorted use functions then methods okay. Then first one list. List create list equal to square bracket list of values. Video list examples string values content list type of values store okay. List numerical values in a story other store character type values in story string type values in story just list create list equal to square bracket in other values assign string type double quotation print value print just colors equal to color short forms picture short form colors prompt just colors type output colors and list okay and then type of colors output list type then a list oru elements access index access colors of 2 colors of 2 meaning second position എന്ന് പറയുന്നത് 0 1 2 അതായത് നമ്മൾ കാണുമ്പോൾ അത് തേർഡ് പൊസിഷനിലായിരിക്കും കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0th പൊസിഷനിലാണ് ഓക്കെ നമുക്ക് തിരിച്ച് നോക്കാം ലിസ്റ്റിനകത്ത് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയണം തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും
നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു ഐറ്റം ആക്സസ് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടു. നമുക്ക് എന്തായിട്ട് ചെയ്യാൻ പറ്റും? ഒന്നേ കംപ്ലീറ്റ് ഐറ്റംസിന് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒന്നിച്ച് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല നമുക്കൊരു സിംഗിൾ വാല്യൂ ആണ് വേണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ, അതായത് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 0-ൽ നിന്നാണ്. അപ്പോൾ 0th പൊസിഷനിൽ നിന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യണം. You access the list items by referring to the index number. If you use a positive integer for the index, the integer indicates the position of the items to look for. But if you use a negative integer, then the integer indicates the position starting from the end of the list. For example, using an index of -1 is a handy way to grab the last item from a list, no matter the size of the list. അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റിനകത്ത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമുക്ക് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്തിട്ട് അതിനകത്തുള്ള ഏതെങ്കിലും എലമെന്റ്സിന്റെ പൊസിഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് വാല്യൂ കൊടുക്കണം. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ പൊസിഷൻ തീരുമാനിക്കുന്നത് എങ്കിൽ നമ്മൾ അവിടെ എന്ത് വാല്യൂ സ്റ്റാർട്ട് ചെയ്യണം? നെഗറ്റീവ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ -1 എന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് എലമെന്റ്, ലിസ്റ്റിന്റെ റൈറ്റ് മോസ്റ്റ് എലമെന്റിനെയാണ് -1 വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 0 വെച്ചിട്ട് റിപ്രസെന്റ് ചെയ്യും. പിന്നെ നമുക്ക് ലിസ്റ്റിനകത്ത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാം. അതിന് നമുക്ക് കൊടുക്കേണ്ടത് സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് വാല്യൂസ് ആണ്. ദെൻ ഇതിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ടു എൻഡിങ് പൊസിഷൻ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ടു എൻഡിങ് പൊസിഷൻ -1 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ കളേഴ്സ് 2 to 5, 2:5 എന്നാണ് കൊടുത്തത്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ ബ്ലൂ, ദെൻ 3 ഗ്രീൻ പ്രിന്റ് ചെയ്തു, ദെൻ 4 യെല്ലോ. ഇത്ര വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എന്ത് വരില്ല? 5th പൊസിഷനിലുള്ള ഓറഞ്ച് എന്നുള്ള വാല്യൂ വരില്ല. ഓക്കെ, നിങ്ങൾ ഇനി ഈ വാല്യൂ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്കിതുവരെ എക്സാമ്പിൾ ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അതുകൂടി നമുക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ ഇപ്പൊ ഇവിടെ കളേഴ്സ് 2:5, അതായത് നമ്മൾ നോക്കിയിരുന്നത് 2:5 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്താണ്? ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഇതിലെ കളേഴ്സ് എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു ചേഞ്ച് വരുത്താനുണ്ട്. യെല്ലോ ആൻഡ് ഓറഞ്ച് രണ്ടും കൂടി ഒന്നിച്ചായിട്ട് പോയിട്ടുണ്ട്. നമുക്കത് ചേഞ്ചസ് പഠിക്കുമ്പോൾ ഓക്കെ കളർ സെറ്റ് ചെയ്യാം. അപ്പോൾ കളേഴ്സ് ഇവിടെ ഞാൻ ജസ്റ്റ് കോളൻ ദെൻ 4 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ മീനിങ് 0 to 3 വരെയുള്ള വാല്യൂസ് നമുക്ക് കാണിക്കുക എന്നുള്ളതാണ്. എന്താണ് 0 എന്ന് പറയുന്നത് ബി ആണ്, ദെൻ 1i 2b, ദെൻ 3 തേർഡ് പൊസിഷനിൽ ജെ, 4th പൊസിഷൻ എന്ത് ചെയ്യില്ല? ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി തിരിച്ചാണെങ്കിലോ കളേഴ്സ് നമ്മൾ 3 കോളൻ എങ്ങനെയാണ് കൊടുത്തതെങ്കിൽ 3 to the end of the list. ഇതാണ് കേസ്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് റേഞ്ചസ് സ്പെസിഫൈ ചെയ്യാം. അത് റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തെറ്റ് വരരുത്. അതായത് നമ്മളിപ്പം -3 to -1 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന -3 to -1 എന്ന് പറയുമ്പോൾ ശരിക്കും ഈ 6 എന്നുള്ളത് -1th പൊസിഷനാണ്. ദെൻ ഇത് -2, ഇത് -3. ഓക്കെ, -3യിൽ നിന്ന് എവിടെ വരെ വരുന്നുള്ളൂ? -1 വരെ ഉള്ള വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. അത് ഈ ആദ്യം YO ദെൻ G ഈ ഒരു രീതിക്കല്ല വരുന്നത്. അപ്പൊ ഇവിടെ -1 എന്ന് പറയുന്ന പൊസിഷനിൽ വരുന്നത് R എന്നുള്ള വാല്യൂ ആണ്. പക്ഷെ ഈ R എന്നുള്ളത് പ്രിന്റ് ചെയ്യില്ല. ഓക്കെ, 2 and 3 മാത്രമേ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. -2, -3 പ്രിന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആഡിങ് ആൻഡ് റിമൂവിങ് പൈത്തൺ ലിസ്റ്റ് ഐറ്റംസ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് append എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലിസ്റ്റിനകത്തേക്ക് ഐറ്റംസ് ആഡ് ചെയ്യാം.
അപ്പം ലിസ്റ്റിൽ ഐറ്റം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡാറ്റ സ്ട്രക്ചറിനകത്ത് പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റിലൊരു വാല്യൂ ആഡ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരു ന്യൂ വാല്യൂ ആഡ് ചെയ്യുന്നതിനെയാണ് അപ്പൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കളേഴ്സ് അപ്പൻഡ് വൈറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ലിസ്റ്റിനകത്ത് എന്തായിരിക്കും വരുന്നത്? വൈറ്റ് എന്നുള്ള കളറ് ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെടും. Insert an item at the end of the list. We can use append function. Okay. The next one നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് പോപ്പ് എന്ന് പറയുന്നത്. പോപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു സ്റ്റാക്ക് ആയിട്ടാണ് അത് വരുന്നതെങ്കിൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ആയിരിക്കും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ x=colors.pop എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ the x would contain the value. എക്സിനകത്തേക്ക് ഇവിടെ പോപ്പ് ഔട്ട് ചെയ്യുന്നത് എന്താണ്? വൈറ്റ് എന്നുള്ള. കാരണം നമ്മൾ ലാസ്റ്റ് അപ്പൻഡ് ചെയ്തിരിക്കുന്ന വാല്യൂ വൈറ്റ് ആണ്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പോപ്പ് ഔട്ട് ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് ടു അസൈൻ ദ റിസൾട്ട്സ് ഓഫ് പോപ്പ് ഫംഗ്ഷൻ ടു എ വാല്യൂ ദോ ഇഫ് യു ഡു നോട്ട് നീഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യണമെന്നല്ല, ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ അപ്പൻഡ് ചെയ്യാണ് കളേഴ്സ് ഡോട്ട് അപ്പൻഡ്. അപ്പോൾ വൈറ്റ് എന്നുള്ളതിന് വേണ്ടിയിട്ട് W എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെ. പിന്നെ നമ്മൾ കളേഴ്സ് എന്നുള്ളതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കളേഴ്സിനകത്ത് വൈറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ? ലാസ്റ്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റ് മോസ്റ്റ് പൊസിഷനിലേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ കളേഴ്സ് ഡോട്ട് പോപ്പ്. കളേഴ്സ് ഡോട്ട് പോപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പം എന്ത് സംഭവിക്കും? ലാസ്റ്റ് വൺ, ഏറ്റവും അവസാനം നിങ്ങൾ എന്താണോ ആഡ് ചെയ്തത് അത് റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പൊ അപ്പൻഡ് ആൻഡ് പോപ്പ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ ആഡ് ചെയ്യുക. ദെൻ പോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ ഏതാണോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്, ലാസ്റ്റ് പൊസിഷനിൽ ഏത് വാല്യൂ ആണോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് അതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇൻസേർട്ട്. Insert an item at some arbitrary position. Append ഉം ഇൻസേർട്ടും തമ്മിലുള്ള ഡിഫറൻസ്. Append add an element at the end and insert എന്ന് പറയുന്നത് നമുക്ക് ഏത് പൊസിഷനിലാണോ വാല്യൂസിനെ ആഡ് ചെയ്യേണ്ടത് ആ പൊസിഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ടിങ്ങിലാവാം, എൻഡിങ്ങിലാവാം, ദെൻ മിഡിലായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻസേർട്ടും അപ്പൻഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പൊസിഷൻ സ്പെസിഫൈ ചെയ്യണം. ദെൻ അവിടെ എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് കൂടി സ്പെസിഫൈ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് പോപ്പ് ചെയ്യുന്ന പോപ്പ് ഓപ്പറേഷന് ഒരു ആർഗ്യുമെന്റ് ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പോപ്പ് ഓഫ് എക്സ് റിമൂവ്സ് ദ ഐറ്റംസ് അറ്റ് ദ ഇൻഡെക്സ് എക്സ്. എക്സ് പൊസിഷനിലുള്ള എലമെന്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോപ്പിന്റെ കൂടെ എന്തുകൂടി ഉപയോഗിക്കാം? ഇൻഡെക്സ് പൊസിഷൻ കൂടി സ്പെസിഫൈ ചെയ്യാം. ദെൻ റിമൂവ് ഐറ്റംസ്. റിമൂവ് ഐറ്റം എന്ന് പറയുമ്പോൾ റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കൂടെ നമുക്ക് ഏത് ഐറ്റത്തിനെയാണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഐറ്റം ഒന്നിലധികം പ്രാവശ്യം വരികയാണെങ്കിൽ, ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ലിസ്റ്റിലെങ്കിൽ ഫസ്റ്റ് ഒക്കറൻസിനെയാണ് അതിൽ റിമൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. നമുക്ക് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കളേഴ്സ് ഡോട്ട് ഇൻസേർട്ട്. നമുക്ക് ഇവിടെ വിബ്ജിയോ ഒരു ഓ ഇൻസേർട്ട് ചെയ്യണം എന്നൊക്കെയോ. അപ്പോൾ 0, 1, 2, 3, 4 ദെൻ 5th പൊസിഷനിലാണ് വേണ്ടത്. ഇൻസേർട്ട് അറ്റ് പൊസിഷൻ 5 നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഓ എന്നുള്ള വാല്യൂ. ഓക്കെ. നമുക്കൊന്ന് കളേഴ്സിനെ ചെയ്ത് നോക്കാം. അപ്പോൾ വിബ്ജിയോ ഓ വന്നു. ഇനി എനിക്ക് പോപ്പ് ചെയ്യേണ്ടത് പോപ്പ്. നമുക്ക് കളേഴ്സ് ഡോട്ട് പോപ്പ്. പോപ്പ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ എനിക്ക് പൊസിഷൻ പറയാം പോപ്പ് ഏത് വാല്യൂ ആണെന്ന്. അപ്പോൾ നമ്മൾ 0 നെഗറ്റീവ് വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ -1, -2, -3. ഇപ്പോൾ ഇവിടെ -3 എന്ന് കൊടുത്തു. -3 തേർഡ് പൊസിഷൻ റിമൂവ് ചെയ്യാം. അപ്പം YO എന്നുള്ള വാല്യൂ റിമൂവ് ചെയ്തു. നമുക്ക് ഒന്ന് കളേഴ്സിനെ ഒന്നുകൂടി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കൂ. YO എന്നുള്ള വാല്യൂ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ.
അത് നമുക്ക് റിമൂവ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിലോ കളേഴ്സ് ഡോട്ട് റിമൂവ്. ഞാൻ ഐ എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് റിമൂവ് ചെയ്യണം. ഐ കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ കളേഴ്സ് കൊടുത്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഐ റിമൂവ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കൊന്നുകൂടി കണ്ടിന്യൂ.